ومن أخلاقهم رضي الله تعالى عنهم മഹാന്മാരുടെ സ്വഭാവം അല്ലാ യുബാദിറു ബിദ്ദുആഇ വേഗത്തിൽ അവർ പ്രാർത്ഥിക്കൂല. പ്രാർത്ഥന കൊണ്ട് അവർ ഉണരാതിരിക്കുക എന്ന് പറഞ്ഞാൽ വേഗം പ്രാർത്ഥിക്കൂല. ആർക്ക് ലിമൻ സഅലഹും അൻ യദ്ഉവ ലഹു, ആർക്ക് വേണ്ടിയാണോ ഇവർ പ്രാർത്ഥിക്കേണ്ടത് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ഒരാളുകളിലേക്ക് വേഗം പ്രാർത്ഥിക്കൊന്നുമില്ല. അപ്പൊ ആ ആള് വേഗം വന്ന് പ്രാർത്ഥിക്കൊന്നുമില്ല. നിങ്ങൾ വരും വീട്ടിലേക്ക്, അത് എനിക്ക് വേണ്ടി ദ്വാരക്കി എന്ന് പറഞ്ഞാൽ ഈ ദ്വാ ചോദിച്ച ആളുണ്ടല്ലോ, ആ ചോദിച്ച ആൾക്ക് തന്നെ ചോദിക്കപ്പെട്ട ആൾ വേഗം ദ്വാരക്കൂല. അയാൾ വേഗം ദ്വാരക്കൂല. എന്താ കാരണം? എപ്പോഴേ ദ്വാരക്കുള്ളൂ ഇല്ല ഇൻ അലിമ ആയതും ഈ മഹാന്മാരിൽപ്പെട്ട ഒരാൾ അറിയണം എന്ത് അന്നല്ലാഹു തആല റാദിനാണ്. ദ്വാരക്കാൻ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദ്വാരക്കാൻ പറ്റുന്ന ആളാണോ അല്ലേ, അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലേ ഞാൻ അറിയണം. അങ്ങനെ അയാൾ അറിയണം. അങ്ങനത്തെ ഒരാളാണെങ്കിൽ അയാൾ ചെയ്യുള്ളൂ, പ്രാർത്ഥിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ദ്വാരക്കുന്ന പറഞ്ഞുകൊണ്ട് പോകാന്നല്ല അയാൾ വേഗം ദ്വാരക്കൂല. നമ്മുടെയൊക്കെ ദ്വാരക്കാൻ പറഞ്ഞാൽ അള്ളാഹ് വേഗം കബൂലാക്കട്ടെ ദ്വാരക്കട്ടെ എന്നൊക്കെ പറയും. പക്ഷെ ദ്വാരക്കുന്ന ഞാൻ അതിനർഹനാണോ അല്ലേന്ന് ആലോചിക്കണം എന്നാണ് ഇതുപോലെ ചെയ്യാറുണ്ട്. ആലോചിച്ചിട്ട് ദ്വാരക്കാറുള്ളൂ. അതിപ്പോ എങ്ങനെ അറിയാം അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ളത്? വദാലിക ബിഅർദി അഅമാലിഹി അലൽ കിതാബി വസുന്നത്തി, നബിന്റെ ചര്യ, നബിന്റെ തിരുമൊഴികൾ, ഹദീസുകൾ, അതും വിശുദ്ധ ഖുർആൻ തമ്മിൽ തട്ടിച്ചു നോക്കുക. ഞാൻ എടുക്കുന്ന അമലുകളെല്ലാം ഖുർആനും സുന്നത്തും അനുസരിച്ചാണോ എന്ന് വെളിപ്പെടുത്തി നോക്കുക. അങ്ങനെയാണ് എങ്കിൽ റെഡിയാ. അപ്പൊ ഫീഹ മുഖാലഫത്തും, അപ്പൊ ഖുർആനും സുന്നത്തിനോടും എതിരാകുന്ന രീതിയിലാണ് ആ കർമ്മത്തിൽ അവർ കണ്ടതെങ്കിലോ ഫമിനൽ അദബി, എന്നാ പിന്നെ മര്യാദ എന്താ അറിയോ? അല്ലാഹു തആല, അള്ളാഹുവിനോട് അവൻ ചോദിക്കുക അൽ അഫ്വ അൻ നഫ്സിഹി, സ്വന്തം നഫ്സിനെ തൊട്ട് വിടുതി ചെയ്യാൻ വേണ്ടി ചോദിക്കണം. സുമ്മ ബഅദ ദാലിക, അതിന്റെ ശേഷം പിന്നെ ഇയാൾ ദ്വാരിക്കേണ്ടത് യദ്ഉ ലിമൻ യശാഉ, പിന്നെ അയാൾ ഉദ്ദേശിച്ച ആളുകൾക്കൊക്കെ ദ്വാരിക്കാം. അപ്പൊ മണ്ടി വന്നിട്ട് ഇന്ന് ദ്വാരിക്കുന്ന പറയും വേഗം ദ്വാരിക്കാൻ നിൽക്കൂല. ദ്വാരിക്കണ്ടതിന് അർത്ഥം വെക്കണ്ട, മഹാനന്മാരുടെ സ്വഭാവം പറയണത്. അപ്പൊ ഓരോന്ന് ആലോചിക്കും, ഞാൻ ഇപ്പൊ അതിന് അർഹനാണോ അല്ലേ എന്ന്. ആണെന്ന് അല്ലെന്ന് കണ്ടാൽ ആദ്യം പറയും, പടച്ചോനെ എന്റെ ശരീരത്തെ നീ കാക്കണേ, എനിക്ക് മാപ്പ് നൽകണേ, വിടുതി ചെയ്യണം, അഫ്വ് നൽകണേ എന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ ശേഷമേ പ്രാർത്ഥിക്കുള്ളൂ. അത്രയും വിനയത്തിലും അത്രയും ശ്രദ്ധയുടെ പ്രാർത്ഥന പോലെ ഏറ്റെടുക്കുള്ളൂ എന്നർത്ഥം. വാദൽ ഖുലുഖ്, എന്നാൽ ഈ സ്വഭാവം കത് വാലിബുൽ ഫുഖറാഇൽ യൗമ, ഇന്നേ ദിനത്തിൽ ഒരുപാട് സാധുക്കൾ ഇത് അറിയുന്നില്ല. ഓര് ഈ കാര്യത്തിൽ തൊട്ടൊക്കെ അശ്രദ്ധയാണ്. ദ്വാരക്കാൻ പറയുമ്പോൾ ദ്വാരക്കാൻ പോകുമ്പോൾ ദ്വാരന്ന് പോരും. ഇത്തരം ഒരു ചിന്തിക്കാറുള്ളൂ, അത് പറ്റൂലാണ്. വഖദ് കാന സുഫിയാനി സൗരി റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ടവർ പറയുന്നു, അദ്ദുആഉ ഹഖീഖത്തൻ വ തർക്കു ദുനൂബി എന്നാണ്. യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കണം, പാപങ്ങൾ ഒഴിവാക്കലാണ്. അതല്ലേ പ്രാർത്ഥന. ഒരു തെറ്റും ചെയ്യാതെ പാപങ്ങളൊക്കെ ഒഴിവാക്കി കളയുക, അതാണ്. അപ്പം ഈ തെറ്റുകുറ്റങ്ങളൊക്കെ മുഴുവൻ അവൻ വർജിച്ചു കഴിഞ്ഞാൽ, ഒഴിവാക്കിയാൽ പിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയോ വെച്ചോ അതൊക്കെ ഈ അടിമക്ക് അന്ന് ചെയ്തു കൊടുക്കും. ചോദിക്കേണ്ട ആവശ്യമല്ല. അപ്പൊ നമ്മളൊക്കെ ചോദ്യത്തിലേക്ക് കൂടുതൽ ആവശ്യമുള്ളവരായി. കാരണം തെറ്റ് നമ്മളിന്ന് ഒഴിവാകുന്നില്ല, നമുക്ക് തെറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ നമ്മൾ എന്ത് വേണം? അള്ളാഹ് മാഫിരുന്നുകൊണ്ടിരിക്കണം. അതെല്ലാം ഒഴിവാക്കിയിരുന്നാൽ അള്ളാഹ് നമുക്ക് എന്ത് ചോദിക്കാത്തിരുന്ന അത്രയും ഒരു ശ്രദ്ധ വേണം. അതാണ് യഥാർത്ഥ ജീവിതവും. മുനബ്ബഹ് പറയുന്നു, ചില കിതാബുകളൊക്കെ കണ്ടു ഞാൻ, യഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹ് പറയുന്നു, എന്ത്? കൈഫ തദ്ഊനി, നിങ്ങൾ എങ്ങനെയാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്? ഖുലൂബുക്കും മുഅരിളത്തുൻ അന്നി, എത്രത്തിൽ നിങ്ങളെ കൽബുകളൊക്കെ എന്നെ തൊട്ട് അശ്രദ്ധയിലാണ്. ഒരു ശ്രദ്ധയും കൽബുമായി ഞാൻ നിങ്ങൾ ബന്ധമല്ല. നിങ്ങളെങ്ങനെ ദ്വാരക്കാതെ എങ്ങനെ നടക്കും?
വഖദ് ഔഹല്ലാഹു തആല ഇലാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു തആല വഹി നൽകിയിട്ടുണ്ട്. എന്ത്? അൻ ഖുല്ലി ബനി ഇസ്രായീല ലാ യദ്ഖുലു ബൈതൻ മിൻ ബുയൂതി ഇല്ലാ ബിഖുലൂബിൻ തായിറത്തിൻ വനുഫൂസിൻ വജിലത്തിൻ വഅബ്സാരിൻ ഖാശിഅത്തിൻ വജവാരിഹ മുതഹറത്തിൻ മിനൽ ഫവായിശി എന്ന് കാണാം. എന്താ അള്ളാഹ് പറഞ്ഞത്? ഈസാ നബിയിലേക്ക് പറഞ്ഞത്, ഈസാ നബി നിങ്ങൾ ബനു ഇസ്രായേൽക്കാരോട് പറയണം. എന്താ ബനു ഇസ്രായേലിനോട് പറയേണ്ടത്? അവരാരും എന്റെ വീടുകളിൽ വരരുത്, എന്റെ പള്ളിയിലേക്ക് വരരുത്. നല്ല ശുദ്ധിയുള്ള ഹൃദയങ്ങളെ കൊണ്ടല്ലാതെ, ഭയമുള്ളതായിരിക്കുന്ന മനസ്സില്ലാതെ, ഭയമുള്ളതായിരിക്കുന്ന കണ്ണുകളില്ലാതെ, എല്ലാ മോശത്തരങ്ങളെ തൊട്ടും ശുദ്ധമാക്കപ്പെട്ടതായിരിക്കുന്ന അവയവങ്ങളില്ലാതൊന്നും എന്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല. അപ്പൊ ശുദ്ധിയും പേടിയും ഭക്തിയും എല്ലാ വിധേനയും ശുദ്ധിയും ഒക്കെ വേണം. എന്നെങ്കിലേ ഓർക്ക് എന്റെ വീട്ടിൽ വരാവും. അല്ലാത്തവർ വരണ്ടെന്ന് പറഞ്ഞോളൂ. ഫമൻ ദഖല ബൈത്തി വഹുവ മുതഅത്തിഫുൻ ബിശൈഇൻ മിനദ് ദുനൂബി, എങ്ങാനും പറഞ്ഞത് കേൾക്കാതെ അവർ എന്റെ പള്ളിയിലേക്ക് കയറി വന്നാൽ, ഇതേ രൂപത്തിൽ വന്നാൽ, അഴുക്കുകളുമായി വന്നാൽ, എന്താ എന്റെ പണി എന്താരോ? ലഅനതുഹു, ഞാൻ അവരെ ശപിക്കും, ഞാൻ അവരുടെ റഹ്മത്തിന് തൊട്ടാട്ടി ഓടിക്കും. വഇൽമുഹും, ഞാൻ അവർക്ക് അറിയിച്ചു കൊടുക്കും. അന്നീല വജീബുൽ യഅദിൻ മിന്നും ദഅവതൻ, അവരൊന്ന് ഒരാൾക്കും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകൂല എന്നും. എത്തരത്തിൽ ഒരു യഅദിൻ മിനൽ ഖൽഖി അലൈഹി മദ്ലിമത്തുൻ, സൃഷ്ടികളിൽ നിന്ന് ഇയാളെ മേലിൽ അക്രമമായിട്ട് എന്തൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും, അതൊക്കെ അയാളെ കയ്യിലുണ്ട്. ആ നിലയിൽ ഇയാൾ ദ്വാരുന്ന ഞാൻ ഉത്തരം നൽകൂല. ഔബി ബത്തിനിഹി ലുക്മത്തും മിൻ ഹറാമിൻ, അല്ലെങ്കിൽ നിഷിദ്ധമായൊരു പിടി ഭക്ഷണം അദ്ദേഹത്തിന്റെ വയറ്റിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അയാൾ വന്നതിനോട് ദ്വാരുന്ന ഞാൻ ചോദിച്ചാൽ ഉത്തരം നൽകൂല. അപ്പൊ നമ്മളൊക്കെ പടച്ചോട് ചോദിക്കുന്നു, ഉത്തരം കിട്ടില്ല എന്ന് പറയണല്ലോ. നമ്മളെ മോശം കൊണ്ട് നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാണ്. നമ്മുടെ മനസ്സിൽ പേടിയില്ല, ഭയമില്ല, പേടിപ്പെടുന്ന കൺകാഴ്ചകളില്ല, വിറക്കുന്ന ഹൃദയങ്ങളില്ല, തെറ്റ് ചെയ്യാത്ത അവയവങ്ങളുമില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. പിന്നെ ഹറാമിന്റെ ഭക്ഷണങ്ങള്, മറ്റുള്ളവരെ അടിച്ചത്, കേസ് പറഞ്ഞത്, നിമിത്തം ഈപത്തും പറഞ്ഞത്, ഹക്കടപാട് വീഴ്ച നടക്കുക, ഇങ്ങനെ വന്നാൽ എങ്ങനെ ഉത്തരവ് നൽകും? അത് നൽകൂല, അത് തീർത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യോട്. അത് ഞമ്മക്കും ബാധകം തന്നെയല്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പാഠമുള്ളത് കൊണ്ടാണ് സൂഫിയാക്കളും ഔലിയാക്കളും വേഗം ദ്വാരിക്കാൻ നിൽക്കാറുണ്ട്. ഓരോരുത്തരി ആത്മാർത്ഥമായി ചിന്തിച്ചിട്ട് ദ്വാരിക്കുള്ളൂ. വക്കാന ഇബ്രാഹിം റളിയല്ലാഹു തആല യഖൂൽ, മൂപ്പര് പറയുന്നുണ്ട്, ദുആഉർ റജുലി ബി ഖൽവതി അഫ്ളലു മിൻ ദുആഇ ബി മജാലിസിൽ ഖിസാസി, പ്രതികാര നടപടികൾ എടുക്കുന്ന സദസ്സുകളുണ്ട്, അവിടെ പോയി കുത്തുന്ന ഒരാൾ ദ്വാരിക്കുകയാണെങ്കിൽ അതിലേറെ നല്ലത് ആരാരുമില്ലാത്ത, ശല്യം ചെയ്യാത്ത ഒഴിഞ്ഞ സ്ഥലത്ത് പോയി ഇരുന്നിട്ട് ഒരു മനുഷ്യനങ്ങനെ പ്രാർത്ഥിക്കുക. അതാണ് അഫ്ളൽ എന്ന്, ഏറ്റവും പുണ്യമായതും അതാണ്. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ എന്തുണ്ടാവില്ല? അലങ്കോല മനസ്സൊന്നും അവിടെ ഉണ്ടാവില്ല. ഹൃദയ സാന്നിധ്യം അല്ലാഹുവിലേക്ക് കൊടുക്കാൻ കഴിയും. അതാ പറഞ്ഞത്. അങ്ങനെ ആയിരിക്കണം. വഖാല റജുൽ സിയാദ് ബിൻ വദിയാൻ റഹിമഹുല്ലാഹു തആല, സിയാദ് എന്നവരോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, കസ്സറല്ലാഹു ഫിൽ മുസ്ലിമീന മിൻ അംസാരിക എന്ന്, നിങ്ങളെപ്പോലത്തെ ആളുകളെ മുസ്ലിം സമുദായത്തിൽ അള്ളാഹു അധികരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞത്. ഇത് പറയുമ്പോൾ വഖാല ലഹു, അയാളോട് സിയാദ് എന്നവർ പറഞ്ഞു, ലഖദ് സഅൽത അല്ലാഹ ശതതൻ, നീ ഇപ്പോ അള്ളാഹിനോട് ചോദിച്ചത് ഇപ്പൊ എന്താ അറിയോ? അകലത്തെയാണ്, അതിർത്തിയും വിട്ട് കടന്നുപോ ചോദിച്ചു. പിന്നെ വസഅൽത ഇന്നാസി, ജനങ്ങൾക്ക് വേണ്ടി നീ ചോദിച്ചത് ഇപ്പൊ എന്താ? അയ്യക്കൂനു മിൻ അഹ്ലി ശർരി, ജനങ്ങളൊക്കെ നാശകാരുടെ കൂട്ടത്തിലാവണം എന്നൊക്കെ ചോദിച്ചത്. സിയാദ് ഒരു മോശക്കാരായിട്ട് പറഞ്ഞതല്ല, വിനയാണ് പറഞ്ഞത്. സിയാദ് ഒരു മോശമല്ല. പക്ഷെ മഹാനെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ നല്ലവരായിട്ട്, നല്ല ആളാണല്ലോ നിങ്ങൾ, അപ്പൊ അങ്ങനെ പോലെ തന്നെ സമുദായത്തിൽ വേണ്ടത് ഇയാൾ ദ്വാരുന്നത്. അപ്പൊ മഹാനവറുകൾ തന്റെ സ്ഥാനമൊന്നും ചിന്തിച്ചിട്ടില്ല, ഞാൻ എത്രയോ മോശമാണ് ചിന്തിച്ചു, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പഞ്ഞോട് ഞാൻ പറയാൻ പാടില്ല, ഞാൻ എന്നെ അറിയാനല്ല, നിന്റെ ഒരു ചിന്തയാണ്
ചെയ്യാവുന്നവർക്കുണ്ടായിരുന്നത് സന്തോഷിക്കുകയല്ല ചെയ്ത് പേടിയാണ്. അതാണ് അയാളോട് മഹാൻ പറഞ്ഞത്. വഖാല റജുൽ ലി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഒരാൾ വന്നിട്ട് ഉമർ ബിൻ അസീസ് റളിയല്ലാഹു അൻഹു വേണ്ടി പ്രാർത്ഥിച്ചു. അത്വാലല്ലാഹു ബഖാഅക, നിങ്ങൾക്ക് ആയുസ് അല്ലാഹു നീട്ടിത്തരട്ടെ, ഞങ്ങൾക്കിടയിൽ നിങ്ങൾ എപ്പോഴും വേണം, ദീർഘകാലം എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇത് പറഞ്ഞപ്പോൾ വഖാല ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ആദാ അംറുൻ, ഇത് വല്ലാത്തൊരു കാര്യമാണ്. അത് ഫറഅ മിൻഹു, അതീന്ന് ഒഴിവാക്കപ്പെട്ടൊരു കാര്യമാണ്. നീ വേണ്ടത് എന്താണെന്നറിയാമോ? എനിക്ക് എന്റെ അവസ്ഥ നന്നായി കിട്ടണം, അതുകൊണ്ടാണ് നീ എന്നോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, അത് നീ ചെയ്തോ. അപ്പൊ എന്നോട് പറഞ്ഞപ്പോ എന്റെ ആയുസൊക്കെ നീട്ടിക്കിടങ്ങുന്നത് കാരണം അപ്പൊ അത്ര ശരിയല്ല. കൊൽത്തു, ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ എമ്പാഴി ഇങ്ങനെയാണ് പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോ നന്മ അവസ്ഥ നന്നാക്കി കിട്ടണം, അതിനുവേണ്ടി നീ ദ്വാരക്കും തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞത്. അപ്പൊ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ടും ഷറായിമാൻ പറയാം, ഒൽത്തു ഞാൻ പറയുന്നു, എമ്പയിലിൽ ദായി, പ്രാർത്ഥിക്കുന്ന ആൾക്ക് അത്യാവശ്യമാണ് ഈ അഹി തന്റെ സഹോദരനോട് പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ട്? തൂരിൽ ബക്കായി, ആയുസ് നീട്ടി കിട്ടണം എന്നതുകൊണ്ട് തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അത്യാവശ്യം എന്താ? ഐ അൻവിയ ഫീ നഫ്സിഹി, അദ്ദേഹം തന്റെ നഫ്സിൽ കരുതണം, ഇൻകാന ദാലിക ഖൈറൻ ലഹു, അദ്ദേഹത്തിന് വല്ല നന്മയുമുണ്ട് എങ്കിൽ അത് കരുതിയെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ വരക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി കരുതണം എന്നാ. അദ്ദേഹത്തിന് വല്ല നന്മയും അതും ആണെങ്കിൽ എന്ന് കരുതണം. നവീറ മാ റുബിയ ഫീമൻ ഖാഫൽ ഫിത്നത, ഏതുപോലെ ഫിത്നയെ ഭയക്കുന്ന ഒരാള്, ആ ഫിത്നയിൽ ഭയക്കുന്ന ഒരാൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നുപോലെ. അപ്പൊ അയാളെ ഫിത്നി നാശം ഉണ്ടാകും, പിന്നെ ബുദ്ധി അടങ്ങാറല്ലേ. അപ്പൊ അയാളെ ഫിത്നി നാശമൊക്കെ വരുന്ന കണ്ട പിന്നെ അയാൾ ഇല്ലാതാവും. അതിനെന്ത് പറഞ്ഞു? അതുപോലെ തന്നെ ഇയാള് ഇവിടെ നീണ്ടു നിൽക്കൽ അത്യാവശ്യമാണ് തോന്നിയാൽ പറ്റുന്നതിനർത്ഥം. അപ്പൊ ഉമർ തങ്ങൾക്ക് പറ്റും. പക്ഷെ ഉമർ തങ്ങള് അത് കേട്ടിട്ട് ദ്വാരക്കാനും ആവി പറയാൻ നല്ല സന്തോഷിക്കല്ല ചെയ്തത്, അവസ്ഥ നന്നാക്കി തരാൻ വേണ്ടി ദ്വാരക്ക് അങ്ങോട്ട് തിരിച്ചടിച്ചു. അപ്പൊ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഷെഹറാനിമാൻ പറഞ്ഞത്, നന്മയൊന്നും ഇല്ല എന്ന് കരുതിയാൽ പിന്നെ നമ്മളങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക അറിയോ? ഷർറ് അങ്ങനെ നീണ്ടു കിട്ടും. ആ നീണ്ടു കിട്ടൽ അയാൾക്ക് ഷർറായി കാണും. എന്തുകൊണ്ട്? തെറ്റുകളും എതിരഭിപ്രായങ്ങളും എതിർ പ്രവർത്തികളും അതുപോലത്തെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ വല്ല അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കല്ലേ. അങ്ങനെ വരുമ്പോഴൊക്കെ എന്തുണ്ടാകും? ഓരോ നാശമായി വരും. അപ്പൊ അവന്റെ ആയുസ് വർദ്ധിക്കുന്ന നാശത്തിലേക്കാണ്. അങ്ങനത്തെ സംഗതി വരാതെ നന്മയുണ്ടെങ്കിൽ മാത്രം അങ്ങനെ വിചാരിക്കാൻ അർത്ഥം. അല്ലാഹു അഅലം. മൂപ്പര് കിട്ടുന്ന മൂപ്പര് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ബർക്കത്തിന് അല്ലാഹു അഅലം. വഖാല റജുലുൻ ആമിർ ബിൻ ഖൈസ് റഹിമഹുല്ലാഹു തആല, ആമിർ എന്നവരോട് ഒരാൾ പറഞ്ഞു, ദ്വാരിക്കാൻ പറഞ്ഞു, ഉദ്ഉല്ലാഹ ലി, നിങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. വഖാല, ആമിർ എന്നവർ പറയാണ്, വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, അസ്തഗീ മിൻഹു അസ്സ വജല്ല അൻ അസ്അലഹു ശൈഅൻ യുസിറുനി, എന്നെ സന്തോഷിപ്പിക്കുന്ന വല്ല കാര്യവും ഞാൻ അള്ളാഹുവിന് ചോദിക്കുക എന്നുള്ളത് എനിക്ക് വല്ലാത്തൊരു നാണമാണല്ലോ എന്ന് ബഹുമാനപ്പെട്ട ആമിർ ബിൻ ഖൈസ് തങ്ങൾ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്ക് ഞാൻ എങ്ങനെ ചോദിക്കാം? എന്റെ കാര്യം തന്നെ ഇങ്ങനെയാണ്, എന്നെ മറ്റുള്ളവർക്ക് ചോദിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. അതാണ് വൈഹക്, നിന്റെ നാശമേ, ഇന്നഹ ഷഫാഅത്തുൻ, അത് ഷഫാഅത്ത് പറച്ചിലല്ലേ, ഇതാർക്ക് നിർത്തി വലാതക്കൂനു എല്ലാവരും മുഖറബീന. ഷഫാഅത്ത് തന്നെ സംഗതി മുഖറബീനായ ആൾക്കാരുടെ ഉണ്ടാവും, ഞാൻ മുഖറബനല്ലോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് സാറായി പറയും, ഞാൻ പറയട്ടെ, മൊബൈൽ ജുംലത്തി, മൊത്തത്തിൽ പറഞ്ഞാല് വകുല്ലു ഷൈഇൻ ദസ്തുറു ബി ഹാദിസമാൻ, ഈ കാലഘട്ടത്തിലുണ്ടാവുന്ന ഷെയ്ഖന്മാരും മുഴുവനും ഫയംബഇലഹു, അയാൾക്ക് അത്യാവശ്യമാണ് അല്ലാ യുബാദിറ ബിശ്ശഫാഅത്തി ഫീ ഗൈരിഹി, മറ്റുള്ളവരിൽ ശുപാർശ സ്വീകരിക്കരുത്. ആ ശുപാർശ കൊണ്ട് ഓടി വളരുക എന്നുള്ളത് ഇല്ലാതിരിക്കൽ അത്യാവശ്യമാണ്. ഇല്ലാഹി നലിമ അന്നല്ലാഹു തആല അബഅൻഹു, അല്ലാഹു തആല അതിനെ തൊട്ട് അവർ തൊട്ട് മാപ്പാക്കിയിരിക്കുന്നു, നല്ലവനാക്കിയിരിക്കുന്നു എന്ന് അറിഞ്ഞാൽ ഒഴികെ അങ്ങനെ ഓരെ സ്വീകരിക്കാം. വഅല്ലാ യകൂന ബി ബാത്തിനിഹി തുഖ്മത്തുൻ മിൻ ശുബ്ഹ,
ഹറാമാണോ ഹലാലാണോ തിരിച്ചറിയാത്ത സുബയുടെ സ്വത്തിൽ നിന്ന് ഒരു പിടി ഭക്ഷണം വെള്ളത്തിൽ വയറ്റിനുള്ളിൽ ആവാതിരിക്കലും അതും അറിയണം. അതേ പറ്റൂല. ഇല്ല ഇൻ അലിമ അന്നല്ലാഹു അള്ളാഹുത്താല അവനെ തൊട്ട് മാപ്പ് നൽകിയെന്ന് അവൻ അറിയണം. ഇല്ല ഇൻ അലിമ അങ്ങനെ അറിഞ്ഞാൽ ഒഴികെയെന്നാണ്. അല്ലാഹുനബി ബദിനൊക്കുമ്പത്തും ശുഭയിൽപ്പെട്ടതായിരിക്കുന്ന ഒരു പിടി ഭക്ഷണം പോലും വയറ്റുണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ഉണ്ടാവില്ല. ഇതൊക്കെ പറയാൻ അത്യാവശ്യമാണ്. വേഗത്തിലാക്കാൻ പാടില്ല. പിന്നെ അറിയണം അപുണ്ടോന്ന് അറിയണം. വയറ്റിന്റെ ഉള്ളിൽ അറാമൊന്നും വരാൻ പാടില്ല. ഇതൊക്കെ ചിന്തിക്കുമ്പോഴേ പറ്റുള്ളൂ എന്നാണ്. പയന്താലി അഹജൻ ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു വലൈസവും സാലിമും ഉണ്ടാലിക്ക ഇത്തരത്തിൽ അതിനെ തൊട്ട് ഇദ്ദേഹം എന്താ രക്ഷപ്പെട്ടിട്ടുമില്ല. നിനക്ക് അപ്പൊ അവൻ ചോദിക്കട്ടെ ബഹുവിവായത്തിൽ അദ്ദേഹം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള പേടി ഓർത്ത് ലജ്ജ, അങ്ങനെ ലജ്ജയിലും പേടിയിലുമാണ് പയാളുള്ളത്. അങ്ങനെ വരുമ്പോ വെറുതെ ആയിരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹു സർവ്വസ്തുതിയുന്നു. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഓൻ ചോദിക്കാൻ അവനോട് ചോദിക്കാൻ പറ്റില്ല. ഓൻ അങ്ങനെയൊക്കെ ജീവിച്ചു പോയി. അതാണ് ഈ മഹാരഥന്മാരുടെ പവറുകൾ.